തന്നെ. ആ പിന്നെ വെറുതെ ഇങ്ങനെ നിൽക്കാണ്ട് അമ്മയുടെ അടുത്ത് കാര്യമായിട്ട് എന്തെങ്കിലും പിടിച്ചു വെക്കാനുള്ള തരത്തിൽ നിൽക്കണം. എന്തെങ്കിലുമൊക്കെ നല്ലോണം സോപ്പിട്ട് മസ്കിട്ട് നിൽക്കണം. കേട്ടല്ലോ? അല്ലാണ്ട് അങ്ങനെ ബുദ്ധിപോലെ നല്ല സ്വഭാവം മാറും. അമ്മേ അമ്മേ. അയ്യോ എന്റെ ഭഗവാനെ, എന്റെ അമ്മയുടെ ഒരു കോലം. ഓ, ഒരൊറ്റ ഓപ്പറേഷൻ കൊണ്ട് എന്റെ അമ്മ നൂല് പോലായി മാറിയല്ലോ. അമ്മേ അമ്മേ, അമ്മക്ക് മിണ്ടാൻ വയ്യേ? എന്റെ അമ്മേനെ ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോ ഞാൻ പറഞ്ഞതാ ഒരാഴ്ചയോളം വന്ന് നിക്കാന്ന്. അന്നേരത്തെ അങ്ങേരുടെ ഒരു ടൂറും കാര്യങ്ങളും. ആരെങ്കിലും ഇവിടെ നോക്കണ്ട എന്റെ അമ്മേ? പാവം എന്റെ അമ്മ. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും ആവില്ലായിരുന്നു. എന്റെ അമ്മ ഞാൻ പൊന്നു പോലെ നോക്കുമായിരുന്നു. ആ നാത്തൂന് എപ്പോഴാന്നേ? ഞാൻ അതെപ്പോഴും വന്നിട്ടുള്ളൂ. നീ എന്താ എന്റെ അമ്മേനെ നോക്കാറൊന്നുമില്ലേ? ഇതെന്തെങ്കിലും നൂല് പോലെ അയക്കണത്? ഞാനാണെങ്കി എന്തോരം എന്റെ അമ്മയെ നോക്കും. 3 നേരം കഞ്ഞി കൊടുത്തിട്ടും ഫ്രൂട്ട്സ് കൊടുത്തിട്ടും എങ്ങനെ നോക്കും? ആ നാത്തൂന് ആണോ? നാത്തൂന് ഹോസ്പിറ്റലിലേക്ക് കണ്ടില്ല. അപ്പോഴല്ലേ ഏട്ടനിക്ക് ഡൽഹിയിലേക്ക് ഒരു ടൂറും കാര്യങ്ങളൊക്കെ വേണം, അർജന്റായിട്ട് പോയേ പറ്റുന്നൊക്കെ പറഞ്ഞ് അല്ലേ? പാവം എന്റെ അമ്മ. വയ്യല്ലേ? ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ ഉള്ളൂ. എന്തായാലും നാത്തൂന് ഇരിക്കും, ഞാൻ പോയി ചായ എടുക്കാം. ചായയും ചോറൊക്കെ ഈ ഇങ്ങനെ പലർക്കും കൊടുത്ത് ഇവിടെ സൽക്കരിച്ചോ? എന്റെ അമ്മ ഇവിടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കണ പോലൊന്നും വേണ്ട. ഓ, ചായയും ചോറും അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചായയും ചോറും കുടിക്കാൻ വേണ്ടി വന്നതാ. പാവം എന്റെ അമ്മേ, ഞാനൊന്ന് നന്നായിട്ട് കണ്ടോട്ടെ. നാത്തു എന്തായാലും അമ്മേനെ കാണും, ഞാൻ പോയി ചായ എടുക്കാം. എന്റെ പാവ അമ്മ എന്തൊരു കോലത്തില, ഒരു ദിവസം കൊണ്ട് നൂല് പോലെ ആയിട്ടുണ്ട് എന്റെ അമ്മ. പാവം, ആരും നോക്കാനില്ലാണ്ട്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും മക്കളെന്നെ നോക്കണ്ടേ? വന്ന് കയറിയാലും ആരാ? ആകെ കൊണ്ട് ഉണങ്ങിയ പോലെ ആയി. ഒരാഴ്ച കൊണ്ട് ആ ഹോസ്പിറ്റലിൽ ഞാനാ നിന്നിരുന്നെങ്കിച്ചാ എന്തൊക്കെ എന്റെ അമ്മനെ കൊണ്ട് തീറ്റിക്കും ഞാൻ. ഹോർലിക്സ്, പാല്, മുട്ട, ഫ്രൂട്ട്സ്. ഇത് ഓളല്ലേ? ഓള് വന്നോൾക്ക് എന്താ അറിയാ? ഒന്നും കൊടുത്തിണ്ടാവില്ല. പാവം എന്റെ അമ്മ. ഓ, എനിക്കൊന്നും വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് അങ്ങനെ മിണ്ടാൻ വയ്യല്ലോ. ചായ അവള് കൊടുത്തിണ്ടാവും. അല്ല അമ്മേ, അമ്മ നേരത്തെ ഉണർന്നിരുന്നുണ്ടായിരുന്നു. ഇപ്പൊ നല്ല ഉറക്കത്തിലാ. ഓ, എന്റെ ഭഗവാനെ, എന്റെ അമ്മേനെ എനിക്ക് നോക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഓ സമയത്ത് ഒരു ഡൽഹി പോക്ക്. ഞാൻ അപ്പഴേ പറഞ്ഞതാ അമ്മേനെ 4 ദിവസം കൊണ്ട് നിർത്തിയാ മതിയെന്ന്. എന്റെ കൂടെയാണെങ്കിൽ എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമായിരുന്നോ? ഓ, എന്റെ ഒരു ഗതികേട്. എന്റെ അമ്മനെ നോക്കാനും പറ്റിയില്ല. ഇപ്പതേ എന്റെ അമ്മയുടെ കോലം കണ്ടില്ലേ? ഞാനിവിടെ അടുത്തുള്ളപ്പോ ചെയ്താ പോരായിരുന്നു ഈ ഓപ്പറേഷൻ ഒക്കെ? ഞാൻ നോക്കില്ല എന്റെ അമ്മേനെ? ഐസിയിലും അവിടെ ഇവിടെയൊക്കെ ഞാൻ നിക്കുവായിരുന്നില്ലേ? ഇതിപ്പോ കണ്ണേ കണ്ടോള് നോക്കിട്ട് എന്തായി? പെൻസിൽ പോലെയായി. ഇനി എന്റെ അമ്മയ്ക്ക് കഞ്ഞും വെള്ളും ഒക്കെ ഞാൻ എടുത്തു കൊടുക്കുള്ളൂ. മാറി മാറി വരുന്ന സർക്കാർ പോലെ അവള്. പണിയെല്ലാം അവരും എടുക്കും, ഉദ്ഘാടനം കഴിക്കാൻ ഇവരും എടുക്കും. അതേ സ്വഭാവം ചുട്ടുള്ളൂ. എന്നിട്ട് കുണിഞ്ഞുള്ള നടത്തും. അമ്മേ അമ്മേ ശരിയാക്കി വെക്കാം. ഇന്നൊരു പണി ഞാൻ കൊടുക്കുന്നു, ശരിയാക്കി തരാം. അയ്യോ, എന്റെ അമ്മയുടെ ഒരു അവസ്ഥ. ഓ, നോക്കാനും ആരുമില്ല. നീ ഇതെങ്ങോട്ടാ? നാത്തൂന് എന്തായാലും വന്നതല്ലേ, 2 ദിവസം അമ്മേനെ നോക്കി. ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. എന്റെ അമ്മയ്ക്കും തീരെ വയ്യേ. അയ്യോ, എനിക്ക് പറ്റില്ല. അതെന്താ? ഞങ്ങൾ നാളെ കോയമ്പത്തൂരല്ലേ? കോയമ്പത്തൂര് പോവാൻ നിക്കാ. നാത്തൂന് ഇപ്പൊ ഒന്നും പറയണ്ട. കാരണം എന്താ വെച്ചാല് അമ്മേനെ ഞാൻ നോക്കണത്ര ശരിയായിട്ടല്ല. പിന്നെ അതുമല്ല എന്റെ അമ്മയ്ക്കും വയ്യ. അതുകൊണ്ട് നാത്തൂന് എന്തായാലും വന്നല്ല. അപ്പൊ 2 ദിവസം നാളെ എന്തായാലും ഞങ്ങൾക്ക് കോയമ്പത്തൂര് പോയി പറ്റൂ. അല്ലെങ്കിലും വന്ന് കഴിഞ്ഞ പെണ്ണുങ്ങളെ അമ്മയെ നോക്കേണ്ടത്. അമ്മയുടെ കാര്യങ്ങളും ഞാൻ ഏട്ടനെ വിളിച്ച് പറയട്ടെ. അങ്ങനൊന്നല്ല, മക്കൾക്കും നോക്കാം അമ്മേനെ. നാത്തൂന് എന്തായാലും ഇവിടെ ഇരിക്കേ. ഞാൻ എല്ലാ ദിവസവും രാവിലെ വിളിക്കുമല്ലോ, കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. പിന്നെ എപ്പോഴാ പറഞ്ഞ ട്രെയിന്? അതല്ല പറഞ്ഞത്, ഏതൊരു മീറ്റിംഗും കഴിഞ്ഞ് പോണെന്നല്ലേ പറഞ്ഞത്? 2 മണിക്ക് മീറ്റിംഗ്. ഷോ, ഞാനതങ്ങ് മറന്നുപോയി. അപ്പൊ അമ്മ നോക്കണട്ടോ. വേമ്പാ അമ്മേ. അമ്മയ്ക്ക് ഇപ്പൊ അമ്മളുടെ മോളുടെ സ്വഭാവം മനസ്സിലായ? അതെ,
അമ്മ കൊറേ കുറ്റം പറഞ്ഞിരുന്നല്ലോ മകളെ ഫോൺ വിളിച്ചിട്ടൊക്കെ. ഇപ്പൊ എന്തേ ആ മോള് വന്നിരുന്നില്ല? പെട്ടെന്ന് ആവശ്യം പറഞ്ഞു പോയില്ലേ? ഇനി ഒരു കാര്യം മനസ്സിലാക്കിയാ മതി. എല്ലാവരും ഞാൻ പറയുന്നില്ല, ചില ആൾക്കാരൊക്കെ എങ്ങനെ. അമ്മേനെ ഞാൻ എന്റെ സ്വന്തം അമ്മേനെ പോലെ നോക്കിയേ. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അമ്മ അതൊന്ന് മനസ്സിലാക്കിയാ മതി. എന്തായിരുന്നു ഒരു നാടകംകളി. വന്നപ്പോ തൊട്ട് എനിക്ക് ചൊറിഞ്ഞു കേറിയതാ. ഇപ്പൊ വാണം വിട്ട പോയൊരു പോക്കാ. കഷ്ടം.